എൻ്റെ മോനോട് ഞാൻ പറയുന്നത് എന്താണ്, നിനക്കൊരു പാർട്ട്ണർ വരുമ്പോൾ വാല്യൂ ഹെർ. ആ കുട്ടിക്ക് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കുക, ആ കുട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കുക. അപ്പൊ അവള് തിരിച്ചു അതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു റെസ്പെക്റ്റും വാല്യൂ ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിസ്റ്റ് ഒന്നും മിണ്ടരുത്, ലെറ്റ് ദം ടോക്ക്. അപ്പൊ നമ്മളെപ്പോഴും പേടിക്കേണ്ടത് റിവേഴ്സിബിൾ അല്ലാത്തതിന് മാത്രമേ ഉള്ളൂ. ഇതിന് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ, അത് തിരിച്ചും വെക്കാൻ പറ്റും, ഒരു പേപ്പറാണ്, അത് തിരിച്ചു വെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡു ഇറ്റ്. സൈക്കോളജി എന്നൊരു വിഷയം എടുക്കാനുണ്ടായ കാരണം എന്താ, അതിൽ എന്താ ഇത്ര താല്പര്യം വരാണ്ട്? ആക്ച്വലി എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നല്ല, ഒരുപാട് അങ്ങനെ ഇപ്പൊ ഒരുപാട് സംസാരിച്ചു. അതെ, അങ്ങനെ ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം വരുന്നല്ലാതെ ഞാൻ പൊതുവെ സംസാരിക്കില്ല, അത്ര അധികം സംസാരിക്കൊന്നുമില്ല. ഞാനൊരു എന്താ പറയുക, എഴുത്തൊക്കെ ഞാൻ എഴുതുമായിരുന്നു, ഇങ്ങനെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതും. പറയുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം എഴുതുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അറിയുമെന്ന് അറിയില്ല, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ എപ്പോഴും അതിലിങ്ങനെ മോട്ടിവേഷനായിട്ട് എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ഒരുപാട് പേര് എന്നെ വിളിക്കുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് ഒരു ഇന്ററപ്റ്റ്. നോ പ്രോബ്ലം. നമ്മൾ ചിലപ്പോൾ സ്റ്റാറ്റസിലൊക്കെ കോട്സ് ഒക്കെ എഴുതിയിടാറുണ്ട്. അപ്പൊ മറുഭാഗത്ത് നിൽക്കുന്നവര് ഇത് അവര് കടന്നു പോകുന്ന ലൈഫാണ്, അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ട് അയ്യോ എന്ത് പറ്റി, ഭയങ്കര സാഡ് ആണല്ലോ അല്ലേ, അത് അങ്ങനെയുള്ളൊരു ചോദിക്കുകയാണ് അവരോട്. ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റസ്, ഞാൻ ഡെയിലി സ്റ്റാറ്റസ്, പോസിറ്റീവ് കോട്ട്സ് സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ്, അല്ലാതെ ഇത് എൻ്റെ ഒരു സ്റ്റേജ് അല്ല, ഐ എം നോട്ട് ഗോയിങ് ത്രൂ ഇറ്റ്. പക്ഷെ ഞാൻ ഇത് ഇടുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്കത് വായിക്കുമ്പോൾ അയ്യോ ഇതാണല്ലോ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്, അപ്പൊ ഇതേ സംഭവമാണ് എനിക്ക് അതിൽ എഴുതുമ്പോൾ കിട്ടിയത്. ഇങ്ങനെ പോവാ, ഇങ്ങനെ ഇതായിരിക്കും നമുക്കൊരു സൊല്യൂഷൻ എടുക്കാന്നുള്ള. അപ്പൊ അവര് പറയും അയ്യോ ചേച്ചി എഴുതിയത് കണ്ടിട്ട് എനിക്ക് ശരിക്കും എന്റെ ലൈഫാണ് അവിടെ കണ്ടത്. അങ്ങനെ ഒരുപാട് പേര് വിളിക്കും, ഒരുപാട് പേരെ ഞാൻ ക്യൂർ ചെയ്യാറുണ്ടായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് വർത്താനം പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ അന്ന് ഞാൻ ഈ സൈക്കോളജി സംഭവങ്ങളൊന്നുമില്ല. അവരോട് സംസാരിക്കും, അപ്പൊ അവരുടെ പ്രോബ്ലംസ് സോൾവ് ആവും. ചിലപ്പോൾ 2-3 പ്രാവശ്യം വിളിക്കും ചിലവര്, ചിലപ്പോൾ കുറെ കരയും, കുറെ സങ്കടം പറയും. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ ക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് അതിലൊരു തിയറട്ടിക്കൽ നോളജ് വേണം, എന്നാലല്ലേ എനിക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തെറാപ്പീസ് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ആകെ എന്നെ ജസ്റ്റ് ഒരു നമ്മൾ പറയും ഫ്രീ അസോസിയേഷൻ എന്നുള്ള ഒരു സംഭവമുണ്ട് സൈക്കോളജിയിൽ. ഫ്രീ അസോസിയേഷൻ പറഞ്ഞാൽ എല്ലാം തുറന്ന് പറയുക, അത് കേൾക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു തിയറി പഠിച്ചു, അങ്ങനെ സൈക്കോളജിയിലേക്ക്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് മീൻസ്, ഇപ്പം ഞാനിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വരുവാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ഞാൻ ഒരാളടുത്ത് പോവാണ്, എനിക്കൊരാളോടും തുറന്നു പറയാൻ ഭയമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അവിടെ വരുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന സൈക്കോളജിസ്റ്റ് വെറും ഒരു സൈക്കോളജിസ്റ്റ് ആയാലും ഒരിക്കലും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയില്ല. പക്ഷെ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ സൈക്കോളജിസ്റ്റ് എന്നോട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് വായിക്കാൻ തക്കവണ്ണം ഞാനൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കെല്ലാം തുറന്നു പറയാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ സൈക്കോളജിസ്റ്റുകളായാലും അവർ നമ്മളുമായിട്ട് ആ ഒരു എന്താ പറയുക, ഒരു ട്രസ്റ്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതൊരു പ്രധാന ഘടകമല്ലേ? ഘടകമാണ്. ഞങ്ങൾ ഈ സൈക്കോളജിയിൽ പറയുന്ന ഒരു 1 to 6 ഉണ്ട്. അതായത് കംപ്ലീറ്റ് അവെയർ ആയിട്ട് വരുന്നവരും ഉണ്ട്, ഒന്നും സമ്മതിക്കില്ല എന്നുള്ള. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പോയി കാണുന്നു. എൻ്റെ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അല്ലെങ്കിൽ വൈഫ് പറഞ്ഞു, ഞാൻ പോയി കാണുന്നു. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഈ ഒരു ഇത്രയും സംഭവം ഉണ്ട്. സ്ട്രോങ്ലി എഗ്രി, നമ്മൾ ഈ പറയില്ലേ, എഗ്രി സ്ട്രോങ്ലി എഗ്രി ഡിസഗ്രി, അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിസ്റ്റ് ഒന്നും മിണ്ടരുത്, ലെറ്റ് ദം ടോക്ക്. അവര് സംസാരിക്കട്ടെ, അവരെ കേൾക്കുക. അല്ലാതെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ആദ്യം അവരെ ഫുൾ കേൾക്കുക. ഓക്കെ, ചിലവർക്ക് കരയാനായിരിക്കും, ചിലവർക്ക് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാനായിരിക്കും. അങ്ങനെ പറഞ്ഞു തീരുന്നവരെ നമ്മൾ കേട്ടിരിക്കുക. ആ കേട്ടിരിക്കാൻ ഒരാളുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാര്യങ്ങൾ പറയും. നമ്മൾ എത്ര എഡമെന്റ് ആയിട്ടിരുന്നാലും നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അവരോട് ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിരിക്കും. പിന്നെ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു മൈൻഡ് റീഡിങ്ങും അതേപോലെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു കഴിവും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷെ എന്നാലും നമുക്ക് അവരുടെ മനസ്സിനെ പിടിച്ചെടുക്കാനുള്ളൊരു കഴിവും കൂടി ഉണ്ടാവണം. അത് എല്ലാ സൈക്കോളജിസ്റ്റിനുണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവര് നമ്മളോട് ചെറിയൊരു കൺട്രോൾ നമുക്ക് അവരുടെ മനസ്സിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നോട് പലരും പറയാറുമുണ്ട്, ഫസ്റ്റ് ടൈം കണ്ടിട്ട് എങ്ങനെയാണ് ഇത്രയും പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ടൈം കണ്ടിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഫോണായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഇത്രയും പറഞ്ഞെന്നുള്ളത് അറിയില്ല എന്ന് പറയാറുണ്ട്.
അപ്പൊ അത് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ജയപ്രഭയ്ക്ക് കഴിയുന്നുണ്ടെന്ന് തന്നെയാണ് അതിന്റെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. എന്റെ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് റിലീഫ് കിട്ടണമെന്ന് പറയുന്നത് അത് എന്റെ ഒരു ഭാഗ്യമായിട്ട്, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു പാത്തിലൂടെ പോകുന്ന ഒരാളും ആയിരിക്കില്ല അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരോടും പോയിട്ട് നമ്മുടെ സ്ട്രെസ്സൊന്നും നമ്മുടെ പ്രശ്നങ്ങളൊന്നും തുറന്നു പറയാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങൾ, അതായത് നമ്മളൊരു ലോക്കറിൽ വെക്കുന്ന പോലെ ഒരു താഴിട്ട് പൂട്ടി ഭദ്രമായി അവിടെ സൂക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്ത് വന്നിട്ടായിരിക്കും അവർക്കത് ഷെയർ ചെയ്യാൻ താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അതുപോലെ തെറാപ്പി ചെയ്യാൻ അറിയാവുന്നവരെ നമ്മൾ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ആ പ്രശ്നം മേ ബി മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടേക്കാം. അപ്പം അതുപോലെ വേറൊരു കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാരേജ് ഫോർ എവർ എന്നൊരു കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു ജനറേഷൻ, നമ്മുടെ 80s 90s ഒക്കെയാണ്, പക്ഷെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് ഫോർ എവർ കൺസെപ്റ്റിൽ ഹോൾഡ് ചെയ്യാൻ ഇനി നമ്മുടെ പേരൻസ് ആണ്, നമ്മുടെ മക്കളുടെ ഇതിലെ അതിന് നമുക്ക് സാധിക്കുമോ? എന്തായിരിക്കാം അതിൻ്റെ ഒരു ഫ്യൂച്ചർ? ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു പീപ്പിൾ. നമ്മള് എങ്ങനെയാണോ അവര് അതുപോലെ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒന്നിനും ഒരു പ്രൊപ്പഗണ്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പ്രൊപ്പഗണ്ട വെക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഒരു അടിവരയായിട്ട് പറയാൻ പറ്റില്ല ഇത് ശരിയാവില്ല. പക്ഷെ പണ്ടും ഡൈവേഴ്സ് ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ അതിന്റെ എണ്ണം കൂടി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുമോ? അങ്ങനെ ഒരുപാട് നന്നായി ജീവിച്ചു പോണ കപ്പിൾസ് ഒരുപാടുണ്ട്. നമ്മൾ അവിടെയും ഇവിടെയും കാണുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലായിട്ട് ഇഫക്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആയതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോസിറ്റീവ്സ് കണ്ടിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ. ഒരു 10 എണ്ണത്തിൽ 7 എണ്ണം പോസിറ്റീവ്, 3 എണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ഹറാസ്മെന്റും ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ മെന്റലി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ആളുകളല്ല കേട്ടോ പറയുന്നത്. ഞാൻ സാധാരണ ഒരു ലൈഫിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ കുറച്ച് നെഗറ്റീവ്സ് ഉള്ളൂ. ആ നെഗറ്റീവ്സിനെ തള്ളി മാറ്റിയിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ജീവിക്കാം. അതിപ്പോ ഫോർ എവർ ജീവിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്നത്തെ കാലത്തും ഉണ്ട്, പണ്ടത്തെ കാലത്തും ഉണ്ട്. ഡൈവേഴ്സ് ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അന്ന് ഡൈവേഴ്സ് ഈ പറഞ്ഞ പോലെ ആരും അറിയും കൂടിയില്ലായിരുന്നു. കാരണം അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഭയങ്കര മോശം. പിന്നെ ആ പെണ്ണിനെ പറ്റിയിട്ട് ആണിന് കുഴപ്പമില്ല, പെണ്ണിനെ പറ്റി എല്ലാം അവളുടെ തെറ്റാണ്, അവൾക്ക് എല്ലാ വിധത്തിലുള്ള മോശമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവസാനം അവിഹിതം വരെ നമ്മൾ പറഞ്ഞുണ്ടാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് അധികം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിന് കുറച്ചും കൂടെ സോഷ്യലി അക്സെപ്റ്റൻസ് കിട്ടിയാൽ നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടോ, കിട്ടിയിട്ടുണ്ടോ? അതോ നമ്മൾ ഇപ്പോഴും അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ കാണുന്നത്? പോരാടുന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നാണ് ഞാനൊരു ഒബ്സർവ് ചെയ്തത് പ്രകാരം എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ അത്ര തന്നെ ആ ഒരു ഒഴിച്ചുമാറ്റലോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ബ്ലെയിം ചെയ്യലോ ഒന്നും ഇല്ലാതായിട്ടുണ്ട്. പിന്നെ ഈ ലേഡീസ് സ്ട്രോങ് ആയിട്ടുണ്ട്. പണ്ട് ഇപ്പൊ ഡൈവേഴ്സ് ആയി എന്ന് പറഞ്ഞാലും സ്ട്രോങ് അല്ലാത്തവർ അങ്ങനെ തന്നെ കിടക്കുവാണ്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ളവര് അവര് സമൂഹത്തിന് മുന്നിൽ വരാൻ റെഡിയാണ്. അവര് സമൂഹത്തിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നു. അവരുടെ പ്രോബ്ലംസ്, അവർക്ക് ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്നാണ് എന്റെ ഒരു ഇത് കേട്ടോ. ഞാൻ അത്ര അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ഒരു ജോബ് ഉണ്ടായിരിക്കണം. ഇപ്പൊ മാരേജ് അല്ല ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ അവസാനത്തെ എൻഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ആ പെൺകുട്ടിയുടെ ലൈഫ് കൊണ്ട് നിർത്തുന്നത് ഒരിക്കലും മാരേജിലാവരുത് എന്നൊരിതാണ് നമുക്ക്. മീൻസ് ഇപ്പം ഞാനൊരു അമ്മയാണെങ്കിലും എൻ്റെ മനസ്സിലുള്ളത്. അപ്പം ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ഏണിങ്ങിലായാലും ഡിസിഷൻ മേക്കിങ്ങിലായാലും എന്തിലും സ്വന്തമായിട്ട് അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേരന്റിങ് ചെയ്യുമ്പോഴും ആ ഒരു ലെവലിൽ വേണം ഒരു പേരന്റ് അല്ലേ, കപ്പാസിറ്റി ഉണ്ടാവും വേണം. നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇപ്പൊ മാരേജ് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടായിരിക്കാം. പറഞ്ഞേ ഇപ്പൊ എനിക്ക് അങ്ങനത്തേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ആ പുറകിലോട്ട് പോകും. എനിക്കൊരിക്കലും ഈ ഒരു 2025 ഒന്നും തിങ്ക് ചെയ്യാൻ പറ്റില്ല. മാരേജ് വേണ്ട എന്ന് പറയുന്നതിൽ എനിക്കറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ എല്ലാം വേണം. ജോലി വേണം, നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽഡ് ആയിരിക്കണം, കല്യാണം വേണം, ഈവൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ വേണം, എല്ലാ സംഭവം വേണം. അപ്പൊ നമ്മൾ പാരന്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ, ഇപ്പൊ എന്റെ മോനോട് ഞാൻ പറയുന്നത് എന്താണ്, നിനക്കൊരു പാർട്ട്ണർ വരുമ്പോ വാല്യൂ ഹെർ. ആ കുട്ടിക്ക് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കുക, ആ കുട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കുക. അപ്പൊ അവള് തിരിച്ചു അതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു റെസ്പെക്റ്റും വാല്യൂ ഒരുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഈ വാല്യൂസ് പറ്റില്ലാതെ കളയുന്ന പെൺകുട്ടികൾക്കാണ് പ്രോബ്ലംസ് വരുന്നത്. അവരുടെ ഈഗോ അല്ലെങ്കിൽ അവർക്കൊരു സെൽഫ് റെസ്പെക്ട് സ്പോയില് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവര് അവിടെ പ്രതികരിച്ചു തുടങ്ങുന്നതാണ്. അപ്പൊ ആ ഒരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അത് ആൺകുട്ടി പെൺകുട്ടിക്കായാലും പെൺകുട്ടി ആൺകുട്ടിക്കായാലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അങ്ങനത്തെ സ്ട്രഗിൾസ് കൂടെ ഒരുപാടൊന്നും നമ്മൾ പോകാത്തോണ്ട് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ഒരു ലൈവ്ലി ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഈ കേട്ടിട്ടുള്ള ക്ലയൻസ് പറയുന്നത് കേട്ടിട്ടുള്ളതേ ഉള്ളൂ, പല പല അബ്യൂസുകളെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. എപ്പോഴും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെയാണ് നമുക്ക് ഒന്നും കൂടി നമുക്ക് ഡെപ്തിൽ പറയാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുന്ന ആളാണ്. എനിക്ക് അത്രമാത്രം അതിനെപ്പറ്റി അറിയില്ല. കാരണം ഈ പറഞ്ഞു കേട്ട സംഭവങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എഴുത്തിൽ ഏതാണ് ഘടകമായിട്ട്, അതായത് എഴുത്തിലിരിക്കുമ്പോൾ നമുക്ക് ചില എഴുത്തുകാർക്ക് ചില ആസ്പെക്റ്റ് ആണല്ലോ അവര് എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് എഴുത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിഷയങ്ങളും എടുക്കാറുണ്ടോ അതോ? ആക്ച്വലി എൻ്റെ ഒരു സ്വഭാവം ജേർണൽ ചെയ്യണ സ്വഭാവം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ. സ്കൂളിൽ പഠിക്കുമ്പോഴേ വായിക്കാൻ ഇഷ്ടമുള്ള വായിക്കല് കുറവാ, പക്ഷേ എഴുതും. എന്ത് സങ്കടം വന്നാലും എഴുതും, എന്ത് സന്തോഷം വന്നാലും എഴുതും. ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അപ്പൊ ഒരാൾക്കൊരു ദുഃഖമുണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞാൽ ഒരാളുടെ പറയുന്നേൽക്കാൾ അല്ലെങ്കിൽ പറയുന്നത് പോലെ തന്നെ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ റിലീഫ് കിട്ടും, ഹീലിംഗ് കിട്ടും എന്ന് പറയുന്നത് സത്യമാണ് അല്ലേ? ജേർണൽ നമ്മളോട് എപ്പോഴും സൈക്കോളജിസ്റ്റുകൾ പറയുന്നതാണ് യു ജേർണൽ ഇറ്റ്. ആ എഴുതുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ അത് പറഞ്ഞ പോലെ ആയില്ലേ. ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ കൂടി ഒരു കുട്ടിയോട് പറഞ്ഞു, യു ജസ്റ്റ് ജേർണൽ ഇറ്റ്. ആ ജേർണൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു മനസ്സിന്റെ ഒരു വല്ലാത്തൊരു, നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെട്ട അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അതൊന്ന് എഴുതാൻ നോക്കി നോക്കൂ. ആ എഴുതി തീരുമ്പോഴേക്കും നമ്മളുടെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തുള്ള ഫീലിംഗ്സിന്റെ ഇന്റൻസിറ്റി. അതേപോലെ തന്നെ സന്തോഷമാണോ അത് എഴുതുമ്പോൾ ഒന്നും കൂടി അത് നമുക്ക് ഡബിൾ ചെയ്ത പോലെ ശരിക്കും തോന്നാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ എഴുതാനുള്ള കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 2018 ഒരു ആർട്ടിക്കിൾ ആദ്യമായിട്ട് എഴുതിയത്. പിന്നെ അങ്ങനെ എഴുതി. പിന്നെ അത് പിന്നെ KMCCക്ക് വേണ്ടിയിട്ട് എഴുതിയത്, അവരുടെ ഒരു ബുക്ക് ഇതിന് വേണ്ടിയിട്ട്. അതിൽ സ്കൂളിനെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് എഴുതിയത്. അങ്ങനെ എഴുതി കൊടുത്തതായിരുന്നു. അതായിരുന്നു ആദ്യത്തെ പിന്നെ ആർട്ടിക്കിൾ എഴുതിയത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഈ മാസികകളിലൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. ബുക്ക് എഴുതി വെച്ചിട്ട് 2018 എഴുതി വെച്ച ബുക്കായിരുന്നു. പക്ഷെ 2023 ഞാനത് പബ്ലിഷ് ചെയ്തത്. എനിക്ക് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്യോ, സത്യമായിട്ട് ആ കോൺഫിഡൻസ് കുറവ് തന്നെയായിരുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യോ ആളുകൾ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു. അതും ഞാൻ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദൈവവിശ്വാസിയാണ്, സർപ്പങ്ങളെയൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു സ്പെഷ്യൽ ജനർ ആയതുകൊണ്ട് എങ്ങനെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി, ഒരുപാട് പേർക്ക് അറിയാൻ പറ്റി. അപ്പൊ ഞാൻ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നെക്സ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം എഴുതി 2024. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഈ വർഷം എഴുതിക്കൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ബുക്കെങ്കിലും ഇറക്കണമെന്നാണ് ആഗ്രഹം. അല്ലാത്ത എഴുത്ത് കുറവാണ്, ഫേസ്ബുക്കിൽ കുറച്ച് എന്തെങ്കിലും എഴുതുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു ലോകം. നമ്മളൊരാളുടെ പ്രശ്നം കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് നമുക്കൊരു പ്രശ്ന പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, പരിഹാരം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അല്ലേ? അങ്ങനെ ഒരു ആസ് എ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാനിപ്പോ റീസെന്റ് ഒരു കുട്ടി നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരുപാട് ടെൻഷനാണ്, എന്താ അമ്മയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്, കുറച്ച് കാര്യം എനിക്ക് അങ്ങനെ ഫുൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് കുറച്ച് വയ്യായ്ക ഉണ്ട്, പിന്നെ എനിക്ക് എന്താ പറയാ കുറച്ച് സിബ്ലിങ്സ് ആയിട്ടൊക്കെ ഉള്ള ഇഷ്യൂ ഉണ്ട്, അതൊക്കെ പാടെ കൂടി എനിക്ക് ആകെ എന്തോ പോലെ ആയി പോവാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാ പ്രോബ്ലംസ് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തല്ലേ തീരുള്ളൂ. അതുപോലെ സിബ്ലിങ്സ് ആയിട്ട് പ്രശ്നമുണ്ട് തോന്നുന്നു, പോയിട്ട് തീർക്കൂ, സംസാരിച്ച് തീർക്കൂ. അതല്ലെങ്കിൽ വിടൂ, ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ നടുവിൽ നിന്നിട്ട് കാര്യമില്ല. ഐദർ ഇറ്റ്സ് ഓക്കെ, അവര് വരുമ്പോ വരട്ടെ. എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇഷ്യൂ എന്താന്ന് എനിക്കത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈഡാക്കിയിട്ട് ഓക്കെ അവര് വരികയാണെങ്കിൽ വരട്ടെ. അതല്ല തോന്നുകയാണെങ്കിൽ യു ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു ദം. എന്നിട്ട് അത് ഫിനിഷ് ചെയ്യൂ, ഫേസ് ചെയ്യൂ. നമ്മളിങ്ങനെ പേടിച്ചിരിക്കാതെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീരും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു മണിക്കൂറൊക്കെ സംസാരിച്ചു വെച്ച് ആ കുട്ടി എന്നെ തിരിച്ചും വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവരോട് ഞാൻ ഒരുപാട് റിലീവായി, അതിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ റീസെന്റ് ഉണ്ടായത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ അങ്ങനെ വിളിച്ച് പറയുന്നവരുണ്ട്. ഞാൻ അതിന്ന് ആ കാരണം കൊണ്ട് ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട്
എന്നെ ഒരുവിധം എല്ലാരും ചേച്ചിന്നാ വിളിക്കാറ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ചേച്ചി, ചിലപ്പോ എന്നെക്കാൾ മൂത്തവരും ചേച്ചിന്നാ വിളിക്കുക. അപ്പൊ അത് എനിക്ക് ഓക്കെയാണ്. കാരണം അവർക്കൊരു കംഫർട്ട് ആയിരിക്കും അങ്ങനെ കംഫർട്ട് ആയിരിക്കും. എനിക്ക് മാഡം എന്ന് വിളിക്കണം, ചേച്ചി വിളിക്കുമ്പോൾ നമുക്ക് ചേച്ചി വിളിയാൻ കുറച്ചും കൂടെ നമ്മൾ അടുക്കുവാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ പറഞ്ഞ് വ്യത്യാസം. ശരിക്കും അതൊരു ഫാക്റ്റ് ആണ്. നമുക്ക് പേടിയുള്ളൊരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ. കാരണം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമോ. അപ്പൊ ശരിക്കും നമ്മൾ ആ ഒരു കാര്യം, ആ ഒരു ഭയത്തെ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന്റെ സൊല്യൂഷൻ ആയിട്ടുണ്ടാവും എന്നിട്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര അയ്യോ അത് ഭയങ്കര പ്രശ്നമാവും വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മള് പണ്ട് പറയില്ലേ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഫേസ് ചെയ്യുന്നവരെടുക്കുന്ന സ്ട്രെസ്, അതാണ് അതിനുള്ളൊരു സ്ട്രെസ് ഭയങ്കര അല്ല, ആ സ്ട്രെസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ ഫേസ് ചെയ്യാൻ പോവാതെ നമ്മൾ ആ സ്ട്രെസ്സിനെ കൊണ്ട് നടക്കുന്നില്ല, അത് ഭയങ്കര പ്രോബ്ലം. പിന്നെ അതേപോലെ ലൈഫ് ആക്സെപ്റ്റൻസ്. ഇന്ന് ഇങ്ങനെയാണ്, ഓക്കെ അക്സെപ്റ്റഡ്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റണ. ഇപ്പോൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഓക്കെ, റിവേഴ്സിബിൾ അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും പേടിക്കേണ്ടത് റിവേഴ്സിബിൾ അല്ലാത്തതിന് മാത്രമേ ഉള്ളൂ. ഇതിന് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ, അത് തിരിച്ചു വെക്കാൻ പറ്റും, ഒരു പേപ്പറാണ് അത് തിരിച്ചു വെക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അതിനെ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ പതുക്കെ അതിനെ തിരിച്ചു വെക്കാം. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാട് മാറും. ആക്സെപ്റ്റൻസ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് വേർഡാണ് സൈക്കോളജിയിൽ. ആക്സെപ്റ്റ് ചെയ്യുക, ദ റിയൽ ലൈഫ് എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് പോവാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.